സ്പെഷ്യൽ ചിക്കൻ കറി ഇതാണ്. ഇത്തരമൊരു റെസിപ്പി നിങ്ങൾ ചിക്കൻ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മളൊരു വെറൈറ്റി ചിക്കൻ ആണ് പരീക്ഷിക്കുന്നത്. ഇത് ഞങ്ങളുടെ മുൻപ് ഇതേ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മുറിക്കുന്നൊന്നുമില്ല, നേരെ അത് അതൊക്കെ ഇടുകയാണ്. ഒന്ന് മൂപ്പിക്കാൻ വയ്ക്കുന്നു. അത് മൂത്ത് വരുമ്പോൾ മൂക്കുന്നതിനോട്ടോ കുറച്ച് വേപ്പില, ഒരു 2-3 വറ്റൽമുളക് ഒരു 5-6 ഇടാവും കേട്ടോ, എരിവിനനുസരിച്ച്. അതിനിവിടെ ഒരു 3 മാത്രമേ ഉള്ളൂ. ഇതിലധികം പൊടികളോ കാര്യങ്ങളൊന്നും ചേർക്കാത്ത ഒരു ചിക്കൻ റെസിപ്പിയാണ്. പല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ചിക്കൻ കുറച്ച് കഷ്ണങ്ങൾ, ബോൺലെസ് കഷ്ണങ്ങളും ഗ്രീൻ പീസും കൂടി, ഫ്രോസൺ ഗ്രീൻ പീസും കൂടിയിട്ട് ഉപ്പ് ഇട്ട് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ഇതാവ് മാത്രമേ വേണ്ടൂ, ബാക്കിയുള്ള എല്ലാം ഇതിൽ കിടന്ന് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മൾ ചേർക്കും. ഉള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് ഈ മുളക് ഇട്ട് ഒന്ന് ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്. ഞാൻ പറഞ്ഞു ഇതിൽ വളരെ കുറച്ച് പൊടികൾ ചേർക്കുന്നുള്ളൂ. അതിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ഈ ഉപ്പ് കേട്ടോ. ഇതിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, സവോള ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ സവോള ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ ഉണ്ടാകും, പക്ഷേ സ്വാദിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിയുന്നതും ചെറിയ ഉള്ളി തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 പച്ചമുളകും ഒരു 2-3 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഇത് ഇതിനകത്ത് ചേർക്കാം. പേസ്റ്റ് 3 കൂടി അരച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചവെണ്ണം ഒന്ന് മാറണം. അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിൽ പച്ചവെണ്ണം വരുമ്പോൾ ഒരു പകുതി തക്കാളി, ഒരു തക്കാളി മുഴുവൻ വേണ്ട, പകുതി മതി. പകുതി തക്കാളി മുഴുവൻ ഇട്ടുകൊണ്ട് ഓപ്പണായിട്ടില്ല. നമുക്കിവിടെ അത് കുറച്ചളവിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് അത് കുറച്ച് കിട്ടുന്നത്. കാരണം കുറച്ച് പേരേ ഉള്ളൂ, 3 പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു തക്കാളി, 1.5 തക്കാളി, 2 തക്കാളി ഒക്കെ ഇടാം. ക്യൂബായിട്ട് അരിയണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ തക്കാളി ഒന്ന് ചൂടാകണം. വെന്ത് ഉടയൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. പ്രധാനമായിട്ടും ചേർക്കുന്നത് ഒരു പൊടി, മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ. നമ്മൾ ഉപ്പ് പൊടിയാണ് പിന്നെ ചേർത്ത ഒരു പൊടി, ഒരു 1 സ്പൂൺ മല്ലിപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കുക. മല്ലിപ്പൊടി നന്നായിട്ട് മൂക്കേണ്ട സാധനമാണ്. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ
പാകം ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും ചിക്കനും കൂടി ഇതിനകത്തേക്ക് ഇടും. ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനും ഗ്രീൻ പീസും ഉണ്ട് കേട്ടോ. ഒന്ന് കുക്ക് ചെയ്തു, ഒരൊറ്റ വിസിൽ അതിന് ഇത് വേവാൻ ധാരാളമാണ്. കാരണം ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന ഗ്രീൻ പീസ് ഫ്രോസനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഔട്ടാവും. അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിരുന്നു. അത് മാത്രമല്ല ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യും. ഇതിന് വലിയ കളറൊന്നും ഉണ്ടാകുന്ന കറിയല്ല. ഒന്ന് ഇളക്കിയ ശേഷം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പുണ്ട്. ഇതിൻ്റെ എരിവ് നേരത്തെ അരച്ച് ചേർത്തിട്ടുള്ള പച്ചമുളകാണ് പ്രധാനമായിട്ടും എരിവുണ്ടാക്കുന്നത്. ഇതിൻ്റെ ചെറിയ പുളി ഉണ്ടാവും, അത് ഈ തക്കാളി. ഒന്ന് അടച്ചു വയ്ക്കുക ഒരു 2 മിനിറ്റ്. അപ്പോൾ അത് നന്നായി തിളച്ചു വന്നു. ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു. കുറച്ച് പാൽ. പാലൊഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് വേപ്പില, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മളൊന്ന് ഇളക്കുക. പാല് ചേർത്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ അധികം വേവിക്കുകയൊന്നും ചെയ്യരുത്. ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന പോലെ അല്ല നമ്മൾ സാധാ പാല് ചേർക്കുമ്പോൾ ഉണ്ടാകുക. ഒന്ന് ഇളക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഉപ്പ് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സ്പെഷ്യൽ ചിക്കൻ. അടച്ചു വയ്ക്കുക. തീ ഓഫ്.